അറിയാം. സ്തോത്രം. 300 പേരെ കൊണ്ട് മിദ്യാന്യ ശക്തികളെ ജയിച്ചിട്ട് 7 വർഷം സ്വസ്ഥത കെടുത്തിയിട്ടിരുന്ന വിഷയത്തെ തകർത്തിട്ട് 40 വർഷം സ്വസ്ഥത ഉണ്ടാകത്തക്കവണ്ണം ആ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ 7 വർഷത്തെ സ്വസ്ഥതയാണോ നഷ്ടപ്പെട്ടത്? 40 വർഷം സ്വസ്ഥത തരത്തക്കവണ്ണം പ്രതിഫലം തരാൻ എന്റെ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, നമ്മൾ 6-ാം അധ്യായത്തിന്റെ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ വായിക്കണ്ട. സ്തോത്രം. അതെല്ലാം കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്, അതെല്ലാം അതുപോലെ അനുസരിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഈ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. സ്തോത്രം. നമ്മുടെ വിശ്വാസമാണ് ദൈവം നോക്കുന്നത്, അല്ലാതെ ദൈവം ബലഹീന കാര്യങ്ങളെ ഉപയോഗിക്കുന്നത്. ദാവീദിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? 5 കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആലോചിച്ചു നോക്കി. നല്ലൊരു സൈന്യവും വാളവും കുന്തവും ഒക്കെ ആയിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. അതൊന്നും അല്ല ദൈവം എടുത്ത്. ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായത് തിരഞ്ഞെടുത്ത ദൈവമാണ്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായത് തിരഞ്ഞെടുത്ത ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ വെല്ലുവിളികളുടെ നടുവിൽ, ഹല്ലേലൂയ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സ്തോത്രം വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11:30 പറഞ്ഞ വിശ്വാസത്താൽ. അപ്പൊ യെരിഹോവിന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത്, ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഞങ്ങൾ നിൽക്കുന്നത് വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടവും വെല്ലുവിളികളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവ് പ്രസ്താവിച്ചോ? കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? കർത്താവ് പറയാം, ഞാൻ ലോകത്തെ ജയിച്ചെന്ന്. ഞാൻ പറയാം, കർത്താവ് ജയിച്ച ആ ജയത്തിനകത്താണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തെ ജയിച്ച ജയമോ നിന്റെ വിശ്വാസം, എന്റെ വിശ്വാസം. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നു, ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസമത്രേ. എന്താ വിശ്വാസം? എന്റെ കർത്താവ് കടന്നുപോയ കഷ്ടങ്ങളിൽ അവൻ തോറ്റവനല്ല, അവൻ ജയിച്ചവനാ. ആ ജയത്തിലാ ഞാൻ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വിശ്വാസമുണ്ടെങ്കിൽ പറ, ഞാനും ജയിച്ചു മുന്നേറും. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.